വെൽക്കം ടു ദി ഫൈനൽ എപ്പിസോഡ് ഓഫ് ദുബായ് ട്രേഡ് ലൈസൻസ് മെയ്ഡ് ഈസി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫൈനൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മേജർ മിസ്റ്റേക്ക് ടു അവോയ്ഡ് വെൻ യു ആർ ടേക്കിംഗ് ട്രേഡ് ലൈസൻസ്. അതായത് നിങ്ങൾ ട്രേഡ് ലൈസൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ട 5 മേജർ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് 30 സീരീസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നമ്മൾ 9-10 സീരീസായി ഷോർട്ടൻ ചെയ്യാൻ നമ്മളുടെ ഓഡിയൻസ് പലതരത്തിലുള്ള റെക്കമെൻഡേഷൻ തന്നിരുന്നു. അതായത് മാക്സിമം ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക എന്നതിനെ കുറിച്ച്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഇതെല്ലാം ഷോർട്ടൻ ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു 5 മേജർ മിസ്റ്റേക്ക് ടു അവോയ്ഡ് വെൻ യു ആർ ടേക്കിംഗ് ട്രേഡ് ലൈസൻസ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ചൂസിങ് റോങ് ബിസിനസ് ആക്ടിവിറ്റി എന്നുള്ളത്. തെറ്റായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് വരുന്നത്. കാരണം നമ്മുടെ ബിസിനസ് എന്താണോ ചെയ്യുന്നത് ആ ബിസിനസ്സിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലീഗലി കോംപ്ലൈൻ്റ് ആയിട്ട് ഇവയ്ക്കകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് ഒന്നാമതായിട്ട് വരുന്ന കാര്യം. രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് റഷ് ത്രൂ ദ ലൈസൻസിങ് പ്രോസസ്സ്. അതായത് ഒരിക്കലും നമ്മൾ റഷായിട്ട് ലൈസൻസ് പോയിട്ട് ഓപ്പൺ ചെയ്യരുത്. കാരണം പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ലൈസൻസ് ഓപ്പൺ ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റഷായി പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പേപ്പർ മിസ്സിങ്ങും പലതരത്തിലുള്ള ലീഗൽ കോംപ്ലൈൻസ് നമ്മൾ മീറ്റ് ചെയ്യാതെ ഫുൾഫിൽ ചെയ്യാതെ പോകുന്ന സമയത്ത് നമുക്ക് കോസ്റ്റിൽ വളരെയധികം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അമെൻമെൻറ്റ്സുകളെല്ലാം നമുക്ക് അടിക്കടിക്ക് നമ്മൾ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പും ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ റഷായിട്ട് പോയിട്ട് ലൈസൻസ് എടുക്കാൻ പാടുള്ളതല്ല. മൂന്നാമതായിട്ട് വരുന്ന കാര്യമാണ് മെയിൻ ലാൻഡും ഫ്രീ സോണിൻ്റെയും ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ ആക്ടിവിറ്റി മെയിൻ ലാൻഡിന് ഒതുങ്ങുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ മെയിൻ ലാൻഡിലും നമ്മുടെ ആക്ടിവിറ്റി ഫ്രീ സോണിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്രീ സോണിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഫ്രീ സോൺ ലൈസൻസ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളതുള്ളൂ. നമ്മുടെ ഇംപ്ലിക്കേഷൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ നമ്മൾ മെയിൻ ലാൻഡിലോ അല്ലെങ്കിൽ ഫ്രീ സോണിലോ നമ്മൾ ലൈസൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇവൻറ്റ് കമ്പനി ഫ്രീ സോണിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് മെയിൻ ലാൻഡിൽ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർക്ക് ഓർഡർ എടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ദർ ആർ സം ലിമിറ്റേഷൻ ഇൻ ദ ഫ്രീ സോൺ വെൻ യു ആർ ഗോയിങ് ഫോർ ദി ഔട്ട്സൈഡ് ദ ഫ്രീ സോൺ. അതൊരു പലതരത്തിലുള്ള ഫെൻസ്ഡ് ഫ്രീ സോൺ ആയിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ മെയിൻ ലാൻഡിലെയും ഫ്രീ സോണിലെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അടുത്തത് വരുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. നാലാമതായിട്ട് വരുന്നതാണ് അവോയ്ഡിങ് ലീഗൽ കോംപ്ലൈൻസ് ആൻഡ് പേപ്പർ വർക്ക്സ്. നമ്മൾ ഈ ലൈസൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ലീഗൽ കോംപ്ലൈൻസും പേപ്പർ വർക്ക്സ് കൂടിയും അപ്രൂവൽസ് കൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എൻഗേജ് ചെയ്ത് പോകേണ്ടി വരും. അതെല്ലാം സ്കിപ്പ് ചെയ്ത് നമ്മളുടെ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ ലൈസൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടും, പക്ഷേ ഫ്യൂച്ചറിൽ നമ്മളൊരു വലിയ എൻറ്റിറ്റി ആയി മാറിക്കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. സോ എല്ലാ ലീഗൽ കോംപ്ലൈൻസും എല്ലാ പേപ്പർ വർക്ക്സും കറക്റ്റ്ലി ഫോളോ അപ്ഡ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് മറ്റൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമതായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കോസ്റ്റ് ആൻഡ് ക്യാഷ് ഫ്ലോസ്. ഒരിക്കലും നമ്മൾ ഈ ഒരു ലൈസൻസിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോസ് ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണയുമില്ലാതെ ഒരിക്കലും നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് പൈസ കൊടുക്കരുത്. കാരണം ഇതിൽ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ട്, അതിൻ്റെ റെസീപ്റ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ ക്യാഷ് ഫ്ലോ നിങ്ങൾ കൊടുക്കുന്ന സമയത്തെല്ലാം പ്രോപ്പർലി ഡോക്യുമെൻറ്റഡ് ആയിട്ട് വെക്കുക. അതിൻ്റെ ഇൻവോയ്സ് റെസിപ്റ്റ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം മാക്സിമം ബാങ്ക് ത്രൂ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ബാങ്ക് ത്രൂ അല്ലെങ്കിലും നിങ്ങൾ റെസീപ്റ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് ഒരു ഫ്യൂച്ചറിൽ ഒരു നമ്മളുടെ മണി ലോസ് ആവാനോ അല്ലെങ്കിൽ ലൈസൻസ് ഓപ്പൺ ചെയ്യുന്ന കൺസൾട്ടൻസ് ചിലപ്പോൾ ആ ഒരു പൈസ കൊണ്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ ലൈസൻസ് ഓപ്പൺ ചെയ്യാതെ സ്റ്റക്കായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോസ്റ്റും അതേപോലെ ക്യാഷ് ഫ്ലോനെയും കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ലൈസൻസ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള 5 മേജർ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഇൻ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസുകളെ കുറിച്ചിട്ടും ലൈസൻസ് അതോറിറ്റികളെ കുറിച്ചിട്ടും ലൈസൻസ് ആക്ടിവിറ്റി ചൂസ് ചെയ്യലും നമ്മൾ എങ്ങനെ ലൈസൻസ് ഓപ്പൺ ചെയ്യാം, അതിനകത്ത് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് മണി സേവ് ചെയ്യാം, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഉൾപ്പെടുത്തി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ പുതിയ ഓഡിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ എല്ലാ സീരീസിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിനകത്ത് മെൻഷൻ ചെയ്യും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. സോ ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
സോ വീണ്ടും ഒരു അനദർ എപ്പിസോഡ് അല്ലെങ്കിൽ അനദർ കൈൻഡ് ഓഫ് എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ദിസ് ഈസ് അജ്മൽ സൈനിങ്.